ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദ്, ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. പല ആളുകളോടും ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന കേൾക്കാം, എനിക്ക് എടുക്കണം എന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ക്യാഷ് ഇല്ല. ഇത് കുറെ പേര് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. പക്ഷെ ചില ആളുകൾക്ക് ക്യാഷ് ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്. ഇത് രണ്ടായാലും ഒഴിവാക്കാൻ അവര് ഇൻഷുറൻസിന്റെ മൂല്യം അറിയാത്തവരാണ്. ഇനി ക്യാഷ് ഇല്ല എന്ന് പറയുന്നവര് അവരവരുടെ മണി മാനേജ്മെന്റ് ചെയ്യാൻ അറിയില്ലാത്തവരാണ്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മണി അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സേവിങ്സിനുള്ള ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് പലർക്കും ആവശ്യത്തിന് ക്യാഷ് ഇല്ലാതെ പോകുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻകം മുഴുവൻ നമ്മൾ എക്സ്പെൻസ് ആക്കാതെ അതിലെ നിശ്ചിത തുക എല്ലാ മാസവും സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട നടപടി. അതിനുശേഷം മിച്ചം വരുന്ന മാത്രം എക്സ്പെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. അത് അത്യാവശ്യമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അടിച്ച് പൊളിക്കാൻ വേണ്ടതുണ്ട്, പിന്നെ അനാവശ്യമായ ചിലവുകളുണ്ട്. ഏതൊരാളുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ ഈ 4 കാര്യങ്ങൾ എന്തായാലും കാണും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് എഴുതുക. നിങ്ങളുടെ ഇൻകം എത്ര, ഒരു മാസത്തെ ഇൻകം എത്ര, ഒരു മാസത്തെ നിങ്ങൾക്ക് വരുന്ന ചെലവുകൾ എത്ര. ആ ചെലവുകളെല്ലാം എഴുതുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്കറിയാം, ഞാൻ പലരോടും പറയുമ്പോൾ എനിക്ക് ഞാൻ കാണാറുള്ളതും മനസ്സിലാക്കാറുള്ളതുമായ കാര്യം, ഇൻകം എന്ന് പറയുന്ന 1-2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. അതിന് തന്നെ നിങ്ങൾ അത്യാവശ്യം വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇപ്പോൾ KSEB ബില്ല് അടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പിറ്റേന്ന് തന്നെ ഈ ഫ്യൂസ് ഊരിക്കൊണ്ടുപോകും. അപ്പം അതൊരു അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കുക. അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ മാരേജ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ലോങ് ടൈമിലേക്ക് വേണ്ടതാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അതായത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോകാൻ, ഔട്ടിങ്, ഷോപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒട്ടും ആവശ്യമില്ലാത്ത കാര്യം, നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടുന്നതും അനാവശ്യമായി ചിലവാക്കി കളയുന്നതുമായ കാര്യങ്ങൾ. നമ്മൾ എഴുതുന്ന നീണ്ട ലിസ്റ്റിൽ നിന്നും ഈ 4 കൂട്ടത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നും ടിക്ക് ചെയ്ത് പോകുമ്പോൾ എന്താണ് അനാവശ്യമായി വരുന്നത് നോക്കുക. അതൊന്ന് അപ്പാടെ തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് കൂടുതൽ കിട്ടും. നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കിയാൽ തന്നെ എല്ലാ മാസവും നമ്മുടെ കയ്യിൽ ഒരു നീക്കിയിരിപ്പുണ്ടാകും. തീർച്ചയായിട്ടും നമുക്കത് ഇൻഷുറൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്, നമ്മുടെ ഇൻകം പ്രൊട്ടക്ഷനുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് കാണുന്നവർക്ക് ഇത് ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കണ്ടെത്തൽ എന്താണെന്ന്. നിങ്ങൾക്ക് എത്ര രൂപ മാസം മിച്ചം വയ്ക്കാനായിട്ട് ഇതിൽ നിന്ന്, ഈ ലിസ്റ്റിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതൊരു വലിയ മാർഗദർശനമാകട്ടെ എന്നും ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.